അതെ അതെ, നമ്മുടെ കുറ്റുവിന്റെ ബർത്ത്ഡേക്കാണ് പോകുന്നത്, സേറ ബേബിയുടെ. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അനീഷയുടെ റേസ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചിക്കൻ ബിരിയാണി സലീം ചേട്ടൻ പറഞ്ഞ പിന്നെ അപ്പീലില്ല. അപ്പൊ അതാണ് വീഡിയോ വേഗം തന്നെ ഉണ്ടാവും. അടുത്തൊരു ബർത്ത്ഡേ പരിപാടി നമുക്ക് അടുത്ത മാസം ഉണ്ട്, അപ്പൊ അത് കാണാം കേട്ടോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജസ്റ്റ് പൊന്നു ജോക്സ്. നിങ്ങൾ പറ ജോക്സ് പറഞ്ഞല്ലോ. അപ്പൊ ഗൈസ്, ഇന്ന് എല്ലാവരും കണ്ടപ്പോൾ മനസ്സിലായിട്ടല്ലോ എവിടേക്കെങ്കിലും പോയിരിക്കും. നമ്മൾ എങ്ങോട്ട് പോണേ? അതെ അതെ, നമ്മുടെ കുറ്റുവിന്റെ ബർത്ത്ഡേക്കാണ് പോകുന്നത്, സേറ ബേബിയുടെ. അപ്പൊ ബർത്ത്ഡേ ചൊവ്വാഴ്ച ആയിരുന്നു, ഇന്നാണ് സെലിബ്രേഷൻ പാർട്ടി. അപ്പൊ നമ്മള് എൻജോയ് ചെയ്യൂലേ ഇല്ലേ? അപ്പൊ ഓക്കെ, അപ്പൊ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. നമുക്ക് കാണാട്ടെ അവിടെ ചെന്നിട്ട്. ഓക്കെ, പൂളിലൊക്കെ ഇറങ്ങാ, നിങ്ങൾ പൂളിലിറങ്ങാ. എന്തൊക്കെയാ പറയുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഡെക്കറേഷൻ സെറ്റ് ആയിട്ടുണ്ട്. അനീഷയുടെ അനീറ്റ സെറ്റ് ആയിട്ട് നമ്മുടെ ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയാലോ എന്നൊരു ആലോചനയുണ്ട്. ഡെക്കറേഷൻ മേക്കറിംഗ് എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. ഇൻട്രോ വലിച്ചു നീട്ടുന്നില്ല, പ്രോഗ്രാം കാണാം. ഓക്കെ, ഡെക്കറേഷൻ അടിപൊളിയായിട്ട് അനീഷയുടെ ഡെക്കറേഷൻ കണ്ടിട്ട് ജൂലൈ 14 ചൊവ്വാഴ്ചയായിരുന്നു. അപ്പൊ ഇന്നാണ് നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ജിക്സന്റെയും അനീഷയുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഡേ സൈറ ബേബിനെ നല്ലൊരു കൈയ്യടി കൊടുത്ത് നമുക്ക് വെൽക്കം ചെയ്യാം. അപ്പൊ സൈറ ബേബി ഒറ്റയ്ക്ക് നമുക്ക് വരാറൊക്കെ ആയി, പക്ഷേ സൈറ ബേബിയുടെ ഫാമിലിയുടെ കൂടെ തന്നെയാണ് വെൽക്കം ചെയ്യുന്നത്. സൈറ ബേബിയുടെ പപ്പ ജിക്സൺ ചേട്ടൻ ആൻഡ് അമ്മ ചേച്ചിയാണുള്ളത് ഷിയോണ. ഒപ്പം തന്നെ സൈറ ബേബിയുടെ സെക്കൻഡ് മദർ എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അങ്ങനെയാണ് നമ്മുടെ അനീഷയുടെ അനിയത്തിയും. അപ്പൊ ഇവരെല്ലാവരെയും നല്ലൊരു കൈയ്യടി നമുക്ക് ഇവിടെ ക്ഷണിക്കാം. ദൈവാനുഗ്രഹത്തോടു കൂടി തന്നെ ആരംഭിക്കാം. അപ്പൊ ഒരു ചെറിയ പ്രയർ സൈറ ബേബിക്കും അവളുടെ എല്ലാ പ്രോഗ്രാമിനും ഇനിയുള്ള ജീവിതത്തിനും വേണ്ടി പ്രയർ എത്തിക്കുവാനായിട്ട് ഞാൻ സുഖിൻ ചേട്ടൻ ക്ഷണിക്കാണ്. 91:14 വചനം പ്രകാരം പറയുന്നു, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കുമെന്ന്. ഈ നിമിഷം നമ്മൾ ഓരോരുത്തരും ആ ഒരു ദൈവ സ്നേഹത്തിനായിരിക്കാം. നമുക്കെല്ലാവർക്കും മൗനമായിട്ട് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഈശോ തന്നൊരമ്മേ, അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ. ബേബിയുടെ ഫസ്റ്റ് കേക്ക് കട്ടിംഗ് ആണ് ബർത്ത്ഡേയുടെ. സോ നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. നല്ലൊരു കൈയ്യടിയോട് കൂടി തന്നെ. ഹാപ്പി ബർത്ത്ഡേ ടു യു,
Happy birthday to you. Happy birthday, happy birthday, happy birthday to you. May the good God bless you. May the good God bless you, dear. Happy birthday to you. പ്രോഗ്രാമിലേക്ക് കടന്നാലോ? ഒരു ഉഷാറൊക്കെ വേണ്ട എല്ലാവർക്കും. അപ്പൊ ഇന്ന് ആസ് യൂഷ്വൽ നമ്മൾ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഒരു പാട്ടുണ്ടെങ്കിൽ ഒരു ഡാൻസ് ഉണ്ട്. അത് മുന്നേ ആൾക്കാരുടെ എസ്പെഷ്യലി ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നിവിടെ ആദ്യം തന്നെ പെർഫോം ചെയ്യാൻ വരുന്നത് പ്രത്യേകം എടുത്ത് പറയാൻ പറഞ്ഞ മിന്നു സലിം ദമ്പതികളുടെ മൂത്ത പുത്രി ഒലു ആണ്. അപ്പൊ ഒലുവിനെ നല്ലൊരു കഴിവോട് കൂടി തന്നെ ഈ പെർഫോമൻസിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഒരു ഫാമിലിയില് അപ്പൻ ഡാൻസ് കളിക്കായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ അമ്മ കളിക്കായിരിക്കും, ചിലപ്പോ രണ്ടുപേരും കളിക്കായിരിക്കും. പക്ഷെ ഇനി വരാൻ പോണത് ഫാമിലി മനസ്സിലായില്ലേ? ആരുടെ പെർഫോമൻസ് ആയിരിക്കും? അതെ, നമ്മുടെ ബർത്ത്ഡേ ബേബിയുടെ പാരന്റ്സും അനിയത്തിയും ഷിയോളിയും എല്ലാവരും ഉണ്ട്. ഒരു ഫാമിലി പാക്ക് പെർഫോമൻസ് ആണ്. ഒരു നല്ലൊരു കഴിവ് തന്നെ നമുക്ക് വെൽക്കം ചെയ്യാം.
പക്ഷെ ഞാൻ അനൗൺസ് ചെയ്തതിന് നിർത്തുണ്ടായില്ലേ? ഫാമിലി പാക്ക് അടിപൊളി പെർഫോമൻസ് ആയിരുന്നില്ലേ? അപ്പൊ ഇനിയും എന്റർടൈൻമെന്റ് തുടരുന്നതായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനത് സ്പെഷ്യലി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സൈറ ബേബിയുടെ പപ്പ ചേട്ടനും നമ്മുടെ അനീഷയ്ക്ക് വേണ്ടിയാണ്. അമ്മ അനീഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത്. അറിയാവുന്ന പോലെ തന്നെ കപ്പിൾ ഗെയിമാണ്. പക്ഷെ ഇത് നോർമൽ അങ്ങനത്തെ ഒന്നല്ല. കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയുള്ള റെസിപ്പീസ് ആണ്. അത്ര ദിവസം ഇതിന് സ്പെഷ്യൽ ചെലവ് തന്നെ മതി കേട്ടോ. പിന്നെ വീട്ടിലേക്ക് എടുപ്പിക്കലെന്ന് പറയണ നിമിഷ. അപ്പൊ അത് റൂൾസ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഷൂ ഗെയിം പോലെ തന്നെ. വൈറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ജിക്സനാണ്, പിങ്ക് അനീഷനെ. ഒരു ഡാൻസ് റീൽ എടുക്കാമെന്ന് ഇനീഷ്യേറ്റീവ് എടുത്ത് പറയുന്നത് ആരാണ് നിങ്ങളിൽ? നമ്മൾ ഇവരുടെ ഡാൻസ് റീൽ കുറെ കാണാറുള്ളത് റീൽസ് ആയിട്ട് അല്ലേ? അടിപൊളിയാണ് ഇവരുടെ റീൽസ് ഒക്കെ, ഡാൻസ് റീൽസ് ആണ് കൂടുതലും. അപ്പൊ അതിങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്ത് പറയാം. റീൽ കാണുമ്പോ നമുക്കിത് ചെയ്യാൻ ചേട്ടാ നമുക്കിത് ചെയ്താലോ? അങ്ങനെ അനീഷനെ പറയാം, മോളെ മോളെ നമുക്ക് പറയാലോ. ആരാ പറയാറ്? ആ അപ്പൊ കറക്റ്റ് ആൻസർ ആണ്, രണ്ടുപേർക്ക് അറിയാം. അത് ബേസ് ചെയ്ത് പിടിക്കണം. ഒരു മിനിറ്റ്. ഓക്കെ താറ്റിക്കോ. ഓക്കെ, പൊതുവെ എല്ലാവരും പറയാറുണ്ട് ഇവര് ലേറ്റ് കമേഴ്സ് ആണെന്ന്. പക്ഷെ ഇന്നത്തെ കാര്യത്തിൽ ഞാൻ ഒട്ടും സപ്പോർട്ട് ചെയ്യില്ല. ബിക്കോസ് ഇത്രയും വലിയൊരു ഡെക്കറേഷൻ എങ്ങനെയുണ്ട്? ഡെക്കറേഷൻ എങ്ങനെയുണ്ട്? അനീച്ചയാണ് കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തത് ഡെക്കറേറ്റ് ചെയ്ത്. നമ്മൾ വീട്ടിലെത്തിയപ്പോ 8:45 ആവാറായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വേഗം തന്നെ റെഡി ആയിട്ട് ഇവിടെ വരെ ചെയ്തത്. ഇന്നത്തെ കേസ് നമ്മൾ എടുക്കുന്നതല്ല, അല്ലാത്ത സന്ദർഭങ്ങളിൽ ലേറ്റ് കമേഴ്സ് ആണെന്ന് നമുക്കറിയാലോ. അപ്പൊ അങ്ങനെ റെഡി ആയിട്ട് ഇറങ്ങാനായിട്ട് നിങ്ങളിൽ ആരാണ് ലേറ്റ് ആവാറ്? ആരാ നിങ്ങളിൽ ലേറ്റ് ആവാറ്? അയ്യോ അയ്യോ സെറ്റ് ആണെങ്കിലോ എന്ന് അറിയാത്തോണ്ട് ഞാൻ ചോദിക്കാണ്, നിങ്ങളിൽ ആരാണ് ബെസ്റ്റ് കുക്ക്? ഐ മീൻ നന്നായി കുക്ക് ചെയ്യുന്നത്? അയ്യോ അവിടെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് എന്നൊക്കെ. അതാണ് ഈശ്വര ഡിഷ് ഒന്നും ട്രൈ ചെയ്യാത്തോണ്ടായിരിക്കും. അപ്പൊ കറക്റ്റ് ആൻസർ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ ഡാൻസ് കളിക്കുമ്പോ ഡാൻസ് റീൽ ചെയ്യുമ്പോൾ ഒരു അപ്രീഷിയേറ്റീവ് കൊടുക്കാം. അങ്ങനെ ചെയ്യണത് ആരാണ്? ഇത് പക്ഷെ രണ്ടുപേരും അങ്ങോട്ട് പറഞ്ഞത് വളരെ നല്ല ആൻസർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനീഷ വീട്ടിലില്ലെങ്കിൽ രാവിലെ മുതല് വൈകുന്നേരം വരെ ഒരു 10 മണി വരെ ജിക്സ് കണ്ട് പിള്ളേർ രണ്ടുപേരെയും ഫുൾ കുളിപ്പിക്കുക, ഫുഡ് കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ ഉറക്കുക, അങ്ങനെ എല്ലാ പിള്ളേരുടെ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ജിക്സിനെ തന്നെ റേസ് ചെയ്യുക. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അനീഷയുടെ റേസ് ചെയ്യുക. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒട്ടും കോൺഫിഡൻസ് ഇല്ല. അപ്പൊ ആൻസർ കറക്റ്റ് ആയിട്ടിരിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളിൽ ഇത് ഏറ്റവും വലിയ ടഫ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിൽ ആരാണ് ബെസ്റ്റ് ഡാൻസർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പൊ ഇത്രയും നേരം സഹകരിച്ചവർക്ക് രണ്ടുപേർക്കും കൺഗ്രാറ്റ്സ് ആൻഡ് താങ്ക് യു. അതുപോലെ ഈ ഗെയിം ആസ്വദിച്ചു.
ഗായ്സ് അപ്പോൾ പരിപാടി കഴിഞ്ഞു, ചെറിയ പരിപാടിയായിരുന്നു. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു പാട്ടോടെ വെച്ച് ഇനി ഫുഡ് കഴിക്കാൻ പോണ്. ചിക്കൻ ദം ബിരിയാണി ആസ് യൂഷ്വൽ. ചിക്കൻ ബിരിയാണി സലീം ചേട്ടൻ പറഞ്ഞ പിന്നെ അപ്പീലില്ല. അപ്പം അതാണ് നമ്മൾ വേഗം ഫുഡ് കഴിക്കട്ടെ. എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. അതേക്കുണ്ടോ എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. നമ്മൾ ലാസ്റ്റ് നമ്മളിതേ പരിപാടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് കണ്ട, ഖരീഫൊക്കെ തുടങ്ങി. പിന്നെ ചെറിയ മഴ, നല്ല വൈബാണ്, തണുവുണ്ട്. നമുക്ക് പുറത്തിറങ്ങുമ്പോൾ തന്നെ ആ ഒരു തണുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വൈൻഡപ്പ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ